അവിടത്തെ ഒരു അനുഷ്ഠാന കലാരൂപമുണ്ട്, തെയ്യം. ദൈവം? യു മീൻ ഗോഡ്? ആ, തെയ്യമെന്ന ദൈവമെന്ന് തന്നെയാ. മനുഷ്യനൊരു കലയിലൂടെ ദൈവമായി മാറുന്നു. മന്ത്രമൂർത്തികൾ, ഇതിഹാസ കഥാപാത്രങ്ങൾ, വനദേവകൾ, നാഗകന്യകമാർ, വീരന്മാർ, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവർ, കുരുതി കൊടുക്കപ്പെട്ടവർ ദൈവമായി തിരികെ എത്തി പ്രതികാരമൂർത്തികളായി തെയ്യമായി മാറുന്നു. അവർ തെയ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ഉച്ചനീചത്വ ചിന്തകൾ പാടെ വലിച്ചെറിഞ്ഞ് എല്ലാ മനുഷ്യരും പ്രകൃതിയും ഒന്നാകുന്ന ദൈവസങ്കല്പം. പ്രകൃതിയെ ദൈവമായി കാണുന്ന ഒരു സംഘകാല ചരിത്രം നമുക്കുണ്ട്. മനുഷ്യന് പ്രകൃതിയില്ലാതെ നിലനിൽപ്പില്ല. എന്നാൽ പ്രകൃതിക്ക് മനുഷ്യന്റെ നിർബന്ധം ആവശ്യമേ ഇല്ല. ആ പ്രകൃതി സ്വന്തം മക്കളായ മനുഷ്യരുടെ ചൂഷണത്തിന് ഇരയാകുന്ന അവസ്ഥയിൽ ചില മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകാറുണ്ട്. പ്രളയമായും പേമാരിയായും ചുടുകാറ്റായുമൊക്കെ. പ്രകൃതി തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യവർഗത്തോട് ശാസിക്കുമ്പോഴും അത് തിരിച്ചറിയാനാവാത്ത മനുഷ്യൻ സ്വാർത്ഥ താല്പര്യം മൂലം നിർമ്മിക്കപ്പെടുന്ന ഒരു സംഘർഷമുണ്ടല്ലോ, അത് തിരുത്താൻ ആജ്ഞാപിക്കുന്ന തെയ്യരൂപങ്ങൾ വരെയുണ്ട്. എനിക്ക് മനസ്സിലായില്ല അപ്പൂപ്പ. വിഷമിക്കണ്ട മോനെ. അങ്ങനെയൊരു തെയ്യരൂപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞില്ലെങ്കിൽ കണ്ടറിയാമല്ലോ. ಗರ 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 ಗಗ್ಗರ ಜರ್ಬ ಪಿರನಲ್ ಕುರಿ ನೆತ್ತರ ಪರ್ಬ. പകലൊക്കെ പാർക്കുന്നു ഭൂതൻ.
എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാനൊന്ന് ആടി ഉലഞ്ഞാൽ തകരുന്നതേയുള്ളൂ നിന്റെ കോട്ട കൊത്തളങ്ങൾ. അമർത്തി ചവിട്ടിയാൽ തകർന്നടിയുന്നതേയുള്ളൂ നിന്റെ കമാനങ്ങളൊക്കെ. നിന്റെ കണ്ണിൽ നിന്നെരിയുന്ന തീച്ചൂടിൽ കൊണ്ടുപോകുന്നതേയുള്ളൂ നിന്റെ മണിമാളികകൾ. അറിയാലോ എന്നെ, നിനക്കറിയാലോ.
ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു പവർഫുൾ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി ദർബയിൽ നിന്നും കാഴ്ചവെച്ചിട്ടുള്ളത്. ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള അടിപൊളി, ഒന്നും പറയില്ല, സൂപ്പർ പെർഫോമൻസ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഈ ഒരു കൈയടി ഒന്നും പോരാട്ടോ. താങ്ക് യു. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ്